ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അലി ലോഗ്സ്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂ ഇയർ ഞങ്ങൾ വെച്ച ഒരു ചിക്കൻ ബിരിയാണി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും നെയ്യും ഒഴിക്കുക. ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് സവോള വഴറ്റുക. അറിയാലോ, ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ സവോള ഈ എണ്ണയിലും നെയ്യിലും വഴന്ന് വരണം. ആ വഴന്ന് വരുന്ന സമയത്തിന് നമ്മൾ പച്ചമുളക്, ചതച്ച പച്ചമുളക് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ചതച്ച പച്ചമുളക് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു മൂന്ന് നാല് പച്ചമുളക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, ഒരു 2 കുടം വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വരണം. ആ സമയത്താണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം വറുത്ത് വെച്ച ചിക്കൻ, നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കനാണ്, അത് ഞങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചിക്കൻ അങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി അതുമായിട്ട് യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് ഞങ്ങളൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം തൈര് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തൈര് ഞങ്ങൾ 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് അതിന് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനും തൈരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങ കട്ട് ചെയ്ത് പകുതി ഞങ്ങൾ ഒരു മീഡിയം സൈസ് നാരങ്ങ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പം ഇറച്ചിച്ചോറെല്ലാം ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് അതിനെ മിക്സ് ആക്കുന്നില്ല. അരി ഞങ്ങൾ മുകളിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ചിക്കൻ്റെ അടിയിൽ ഗ്രേവി ഉണ്ടാവണം, നന്നായിട്ട് ഒരു ഗ്രേവി ഉണ്ടാവണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ സമയത്ത് തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ചൂടാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ. അപ്പം അത് ഞാൻ ആ കുക്കറിൻ്റെ മുകളിൽ, അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് മല്ലിയില ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പുതിനയും കൂടി ഞാൻ ഇടുന്നുണ്ട്. മറ്റ് സവോള എല്ലാം ഗരം മസാലയൊക്കെ ഇട്ട കൂട്ടിലും നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുക്കർ അടച്ച് ഒരു വിസിൽ, ഞാൻ കുക്കർ അടച്ച് ഒരു വിസിലാണ് ആവശ്യമുള്ളൂ. ആ ഒരു വിസിൽ കഴിയുമ്പോഴേക്കും അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കർ അങ്ങ് വിസിലടിച്ച് എടുത്താൽ മതി. ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാം. എനിക്ക് കുക്കർ തുറക്കാൻ അറിയാത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, തുറന്നു അവസാനം. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടി പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് വേവിന്, കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇറച്ചിയുടെ ഒപ്പം മിക്സ് ആകുമ്പോഴാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുക. അങ്ങനെ ഇതെടുത്ത് വിളമ്പി ഞങ്ങളന്ന് ന്യൂ ഇയറിൻ്റെ സമയത്ത് അടിച്ചു പൊളിച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഞങ്ങൾ അറിയാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.